ഹായ്, ഞാൻ സുധാ മഴമേഘം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് നമ്മുടെ വലിയ നാരങ്ങയുണ്ടല്ലോ, ഗണപതി നാരങ്ങ, അതുകൊണ്ടുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. അതിന് കുറച്ച് സ്വീറ്റും ഉപ്പും ഒക്കെ ആകുമ്പോൾ നമ്മൾക്കത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിലൊരു കയ്പുണ്ട് പറഞ്ഞിട്ടാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത്. അപ്പൊ ഞാൻ കയ്പില്ലാതെ എങ്ങനെ നമ്മൾക്ക് നാരങ്ങക്കറി വെക്കാമെന്ന് നോക്കാം. അതിനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരാം, വരൂ. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗണപതി നാരങ്ങയാണ്. അതുപോലെ തന്നെ വടുകപ്പുളി നാരങ്ങയും ഞാൻ പറയണ പോലെ തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കയ്പില്ലാതെ കറി നമ്മൾക്ക് കിട്ടും. അപ്പം ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നാരങ്ങ കിട്ടുന്ന സമയത്ത് ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം ഇറക്കി വെച്ച ശേഷം നമ്മുടെ ഈ നാരങ്ങ ഉണ്ടല്ലോ, അതിനെ ഒരു 15 മിനിറ്റ് ആ ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇട്ട് വെച്ചിട്ട് നമ്മുടെ ആ വെള്ളം തണുക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ നാരങ്ങ ഇങ്ങോട്ട് എടുത്തിട്ട് വൃത്തിയായിട്ട് തുടച്ചിട്ട് ഇതുപോലെ മുറിച്ച് വെക്കുക. ആ നാരങ്ങയുടെ ആ പശി ഉണ്ടല്ലോ, അത് പോയി കഴിഞ്ഞാൽ ഈ നാരങ്ങൻ്റെ കയ്പെല്ലാം മാറിക്കിട്ടും. അതിനുശേഷം നമ്മൾ അച്ചാറിടുകയാണെങ്കിലും ഇതുപോലെ കറി വെക്കുകയാണെങ്കിലും ഒക്കെ നല്ല കയ്പില്ലാത്ത കറി നമ്മൾക്ക് കിട്ടും. അപ്പം ഞാൻ അതുപോലെ ചെയ്തിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ഒരു സ്പൂൺ കൂടുതൽ ഒഴിച്ചാലാണ് രുചി ഉണ്ടാവുക. അപ്പം ഞാൻ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ആദ്യമായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ, അതിന് ശേഷം മറ്റുള്ളത് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് വെന്തയം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് ജീരകം, പിന്നെ ഒരു 2 മുളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് കറിവേപ്പില, പിന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത് 3 നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് കായപ്പൊടി, അതും കൂടി നന്നായിട്ട് മൂത്ത ശേഷം ഒരു കൊയ്യാക്കൻ്റെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഓരോ നാരങ്ങൻ്റെ പുളിപ്പിനനുസരിച്ചിട്ട് പുളി ഒഴിച്ചാൽ മതി. അപ്പം ഞാനിവിടെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ നാരങ്ങ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനുശേഷം നമ്മൾക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കുറച്ച് നേരം നമ്മൾക്കൊന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ നാരങ്ങയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾക്കിതിൽ അടുത്തതായിട്ട് എന്താ ഒഴിച്ചു കൊടുക്കണം എന്നറിയോ? ഞാനിവിടെ വെല്ല പാവെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 വെല്ലമാണ്, വലിയ വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഈ കറിക്കൊക്കെ ശകല മധുരം മുന്നോട്ട് നിൽക്കണം, ആവശ്യത്തിന് ഉപ്പും. അപ്പം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഗ്യാസ് ഓഫാക്കാം. ഞാനൊന്ന് ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കട്ടെ. ഇപ്പം എല്ലാം കറക്റ്റാണ്. ഞാൻ അപ്പോഴേ പുളി ഒഴിച്ചത് പോരായിരുന്നു, അപ്പം ഞാൻ ബാലൻസ് ഉള്ള പുളി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പുളിപ്പും ഉപ്പും മധുരവും. അപ്പം നമ്മൾക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ നാരങ്ങക്കറി തിളച്ച് നല്ല സെറ്റ്
ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രുചിയോടെ കയ്പില്ലാത്ത നാരങ്ങക്കറി ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. അപ്പൊ ഇവിടെ എല്ലാം സിമ്പിളാണ്.